എന്താ പറയുക, രാവിലെ ഓണമായിട്ട് മനുഷ്യനെ ഇതുപോലെ മെനക്കെടുത്താൻ വേണ്ടി ഒരു പടം. നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം പടത്തിന്റെ അവസ്ഥ എന്നാന്ന് ഊഹിച്ചായിരുന്നു. പക്ഷെ ഇത്രത്തോളം വേഴ്സ് ഒന്നും നമ്മൾ വിചാരിച്ചില്ല. ഇപ്പൊ പടത്തിന്റെ വിഷ്വൽസും കാര്യങ്ങളും മേക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. പക്ഷെ സൗണ്ട് ഓണാക്കിയ പിന്നെ ചിരി നിർത്താൻ പറ്റത്തില്ല. അതുപോലെ വൃത്തികെട്ട ഡബിങ് തൊട്ടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടല്ലോ. ഇതിനകത്ത് മര്യാദയ്ക്ക് ഒരൊറ്റ കോൺവെർസേഷൻ ഞാൻ കണ്ടില്ല. ഇതിനകത്ത് രുക്മിണിയും യാഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഇനി OTT ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ കണ്ടോ, ഇത് എയറിലായിരിക്കും. റീലോഡഡ് മീഡിയ ടോക്സിക്ക് ഡബ് ചെയ്ത് എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് നീ ഒന്നും ആരും ട്രോളണ്ടാ, നിനക്കൊന്നും ആരും ട്രോളാൻ പറ്റില്ലടാ, അതിനു മുമ്പ് ഞാൻ തന്നെ എൻ്റെ സിനിമയെ ട്രോളൂടാ എന്ന് പറഞ്ഞ് ഗീതു മോഹൻദാസ് ഇറക്കിയ പോലെ ഉണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ഓണം പോയല്ലോ. ഞാൻ കൂട്ടുകാരനും ഇരുന്ന് ചിരിയോട് ചിരി തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ച് മണ്ണ് തപ്പി. യാഷിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ഈ പടത്തിന്റെ അകത്ത്. ഇതിന്റെ കഥ എങ്ങനെയാണെന്നറിയോ? യാഷ് ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കും പ്ലക്കും, വളയ്ക്കും പ്ലക്കും, വളയ്ക്കും പ്ലക്കും. ഇത് തന്നെ. ഒത്തിരി പേരുമായിട്ട് യാഷിന് റിലേഷൻ ഉണ്ടല്ലോ. ഇതില് ആരെ ചൂസ് ചെയ്യണം അതിന്റെ ഒരു സമ്മർദ്ദമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആകുമ്പം ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നുണ്ടായ കുറെ പിള്ളേരുണ്ടല്ലോ, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് സെക്കൻഡ് ഹാഫ്. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ, ഒന്നാമത് മനുഷ്യന് ഇതെല്ലാം കണ്ട് പൊട്ടനായിട്ടിരിക്കുക. അവസാനം ഇവന്മാര് നമ്മളെ ഒന്നുകൂടെ പൊട്ടനാക്കാൻ വേണ്ടി ഒരു ട്വിസ്റ്റും കൂടി ഇടും. എന്റെ പൊന്നു, ഈ സാധാരണ നമ്മൾ ഇങ്ങനത്തെ പടമെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവസാനം ടൈലൻഡ് എന്തെങ്കിലും കാണും, അകത്തെങ്കിലും കണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല. ഇത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ് എന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ തിയേറ്ററിൽ ഇറങ്ങി ഓടുകയാണ്. ഇന്നത്തെ ദിവസം മൂഞ്ചിച്ച്. യാഷിൻ്റെ അത് ഡബിൾ റോളാണ്. മീശം താടിയും പഠിച്ചൊരു ആഷുണ്ട്, കാണുമ്പോൾ തന്നെ ചിരി വരും. അച്ഛനും മകനും കടന്ന മത്സരം. എൻ്റെ ഡാഡി ഇത് അറിഞ്ഞാണ്ടല്ല, ഈ സാധനമാണ് ലിറ്ററലി ക്ലൈമാക്സിൽ ഇതൊരു 35 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. എൻ്റെ ഈ പടത്തെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ വയ്യ, എനിക്കത് ആലോചിക്കാൻ വയ്യ. നല്ല തലവേദനയുണ്ട്. എന്തായാലും പോയി കിടന്നുറങ്ങട്ടെ. എന്തായാലും ഹാപ്പി ആണോ?